ഹലോ ഫ്രണ്ട്സ്, മാമ്പഴക്കാലം തീരുന്നതിന് മുമ്പായി അടിപൊളി ഒരു മാംഗോ ഹൽവ ഉണ്ടാക്കിയാലോ. അതിനായി നന്നായി പഴുത്ത 2 മാങ്ങ ചെറുതായി അരിഞ്ഞ് ഏലക്കായ ചേർത്ത് അരച്ചെടുക്കാം. അതിനുശേഷം 1 കപ്പ് കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നന്നായി ചൂടായ ഒരു പാനിലേക്ക് ഒരൽപ്പം നെയ്യും ചേർത്ത് മാംഗോ പ്യൂരി അതിലേക്ക് ചേർക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഈ മിക്സ് ഇത് ചേർക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. കോൺഫ്ലവർ ചേർക്കുമ്പോൾ തന്നെ ഇത് ഒന്ന് തിക്കായി വരുന്നത് കാണാം. സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന അത്ര ടൈമൊന്നും ഇതുണ്ടാക്കാൻ നമുക്ക് ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഹൽവയാണിത്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര കുറച്ചായി ചേർത്ത് കൊടുക്കുക. അപ്പോഴും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ശർക്കര ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുള്ളൂ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും ഒരു 4 ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനത് ഇതിൽ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഇനി നന്നായി ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു രൂപത്തിലേക്ക് മാറുന്നത് വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം നമ്മുടെ ഹൽവ റെഡിയാവാനായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല തിക്കായിട്ടും പാത്രത്തിൽ നിന്ന് ഏകദേശം വിട്ട് വരുന്ന ഒരു രൂപത്തിലുമായിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലായി കഴിയുമ്പോൾ ഹൽവ റെഡിയായെന്ന് മനസ്സിലാക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാനായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. അതിനായി നേരത്തെ നെയ്യ് പുരട്ടി വെച്ച ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും എള്ളും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് സെറ്റായി വരാൻ ഏകദേശം 2 മണിക്കൂറെങ്കിലും എടുക്കും. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പാത്രത്തിൽ നിന്നും അത് വിട്ട് വരുന്നതാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹൽവയാണ്. എന്തായാലും എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. ഇത് വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന രീതിയിലാണ് ഉള്ളത്. മൈദയൊന്നും ചേർക്കാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.